ഒരു ചെറിയ അഭിപ്രായം പറയാണ്. അഭിപ്രായം നമുക്ക് ആർക്കും പറയാമല്ലോ. അഭിപ്രായം പറയുമ്പോൾ ആ പറയുന്ന അഭിപ്രായത്തിന് എതിരെ നിൽക്കുന്ന ആളുകളുണ്ട്. അവരെയും കൂടി ഒന്ന് ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്താൽ നല്ലതാണ്. മറിച്ചാണെങ്കിൽ ഒരു പക്ഷേ തിരിച്ചു ചിലത് കിട്ടാനും സാധ്യതയുണ്ട് എന്ന ഒരു ബോധം നമ്മുടെ മനസ്സിലുണ്ടാകുന്നത് നല്ലതാണ് എന്നുകൂടെ പറയട്ടെ. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. കേരളത്തിൻ്റെ പുതിയ മുഖ്യമന്ത്രിയായിട്ട് ശ്രീ വി ഡി സതീശനെ നമ്മൾ തിരഞ്ഞെടുത്തു. അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തെ പാർട്ടിയുടെ ഹൈക്കമാൻഡ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് വി ഡി സതീശനാണ് വരുന്നത് എന്ന് അനൗൺസ് ചെയ്തു, പ്രഖ്യാപിച്ചു. അതിൻ്റെ സന്തോഷത്തിലാണ് നമ്മളൊക്കെ ഇപ്പോൾ ഉള്ളത്. ഇങ്ങനെ നിൽക്കുമ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നടക്കുന്ന ഒരു ചർച്ച അത് അത്ര സുഖകരമല്ല എന്ന് തോന്നുകയാണ്. എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ വി ഡി സതീശൻ മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ എതിർത്തിരുന്ന ചില ആളുകളുണ്ട്. സതീശനല്ല വരേണ്ടത്, വീണ്ടും പിണറായി വിജയൻ തന്നെ വരണം, LDFന്റെ തുടർഭരണം ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പണിയെടുക്കുകയും ചെയ്തിരുന്ന ആളുകളുണ്ട്. LDF പാർട്ടിക്കാരുണ്ട്, അതല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന, അതിൻ്റെ കൂടെ നിൽക്കുന്ന ഇപ്പോൾ മതസംഘടനകളോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളോ ഒക്കെ തന്നെയുണ്ട്. അതല്ലെങ്കിൽ മറ്റുള്ള സാമുദായിക സംഘടനകളൊക്കെ ഉണ്ട്. ഇപ്പൊ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു. UDF നല്ല ഭൂരിപക്ഷത്തിൽ 102 സീറ്റൊക്കെ വാങ്ങി വിജയിച്ചു. വി ഡി സതീശൻ മുഖ്യമന്ത്രി ആകാണ് എന്ന് ഉറപ്പ് വന്നപ്പോൾ വി ഡി സതീശനെ അനുകൂലിച്ചുകൊണ്ട്, അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ടൊക്കെ ആളുകൾ വരുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് ഇങ്ങനെ തോന്നുകയാണ്, ഇവരിൽ നേരത്തെ സതീശനെ എതിർത്തവരല്ലേ, വി ഡി സതീശനല്ല പിണറായി വിജയനാണ് മുഖ്യമന്ത്രി ആവേണ്ടതെന്ന് പറഞ്ഞവരല്ലേ, പിണറായി വിജയന് വേണ്ടി ഇൻക്ലാബ് വിളിച്ചവരല്ലേ, നിങ്ങൾ എന്തിനാ ഇപ്പം വി ഡി സതീശനെ അഭിനന്ദിക്കാൻ വരുന്നത് എന്ന് ചോദിക്കുന്നത് എന്ത് ന്യായമാണ്? സംഗതി ശരിയാണ്, അവർ അന്ന് അതിനെ എതിർത്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഒരു യാഥാർത്ഥ്യം ഉണ്ടായപ്പോൾ, കേരളത്തിലെ കൂടുതൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് വി ഡി സതീശൻ മുഖ്യമന്ത്രിയാണ് എന്ന് ഇവർക്ക് മനസ്സിലായപ്പോൾ അവർ വന്നിട്ട് വി ഡി സതീശനെ അഭിനന്ദിക്കുന്നു, അനുമോദിക്കുന്നു എന്ന് പറയുമ്പോൾ അവര് കേരളത്തിലെ മൊത്തം ജനങ്ങളെ അംഗീകരിക്കുകയാണ്. അങ്ങനെ മനസ്സിലാക്കിയ പോരാ നമുക്ക്. അതിന് പകരം നിങ്ങൾ അന്ന് എതിർത്തിട്ടുണ്ടല്ലോ, നിങ്ങൾ എന്തിനാ ഇപ്പൊ ഇതിന് വരുന്നത്, ഒരു പരിഹാസ രൂപത്തിലൊക്കെ സംസാരിക്കുന്നത് കാണുമ്പോൾ വിഷമം തോന്നുകയാണ്. കൂട്ടത്തില് ഒരു കൗതുകമുള്ള സംഗതി, ഇപ്പോൾ AP അബൂബക്കർ മുസ്ലിയാരും അദ്ദേഹത്തിന്റെ കൂടുതൽ അദ്ദേഹത്തിന്റെ മകന് ഇപ്പം അവരുടെ രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃസ്ഥാനത്തുള്ള ഖലീൽ ബുഹാരി തങ്ങളൊക്കെ ഇങ്ങനെ വി ഡി സതീശനെ അഭിനന്ദിക്കാനൊക്കെ വരുന്നത് കാണുമ്പോൾ ചില ആൾക്കാർ ചോദിക്കുകയാണ്, നിങ്ങളല്ലേ സതീശനെ എതിർത്തുന്നത്, അന്ന് നിങ്ങൾ ജമാഅത്ത് ഇസ്ലാമിനെ എതിർത്തില്ലേ, ജമാഅത്തെ ഇസ്ലാമി വോട്ട് ചെയ്യുന്നവർക്ക് ഞങ്ങൾ വോട്ട് ചെയ്യില്ല നിങ്ങൾ പറഞ്ഞില്ലേ, ഇപ്പോ സതീശൻ ജയിച്ചപ്പോൾ സതീശൻ അഭിനന്ദിക്കുമ്പോൾ എന്നാ പിന്നെ P മുജീബ് റഹ്മാൻ ജമാഅത്ത് ഇസ്ലാമിയുടെ കേരള അമീറിനും കൂടെ അഭിനന്ദനം കൊടുക്കുക എന്നൊക്കെ പറയുന്നത് ഒരു സുഖകരമായ സംസാരം അല്ല എന്ന് തോന്നുകയാണ്. അവരന്ന് എതിർത്തു, ഇന്ന് യാഥാർത്ഥ്യം അവർക്ക് മനസ്സിലായപ്പോൾ അവർ ഇതിന്റെ കൂടെ നിൽക്കുന്നു, ഈ ജനങ്ങളുടെ കൂടെ നിൽക്കുന്നു. അവര് അങ്ങനെ നിൽക്കുമ്പോൾ അവരുടെ ആ നല്ല മനസ്സിനെ അംഗീകരിക്കുകയും അവരെയും കൂടെ കൂട്ടിപ്പിടിച്ച് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകാനല്ലേ നമ്മൾ ശ്രമിക്കേണ്ടത്? അങ്ങനെയല്ലേ മനുഷ്യന്മാർ ഒരു നല്ല മനസ്സോടെ ജീവിക്കേണ്ടത്?